ശ്രീ ഹർഷകുമാർ, സ്വാഗതം. ഈ നിലമ്പൂർ ഫലം വന്നു കഴിഞ്ഞപ്പോൾ UDF ഈ ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ച് ഒരു ടോപ്പ് ഗിയറിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം. അതവർക്ക് 2026 ഒരു അമിത പ്രതീക്ഷയ്ക്കും വക നൽകുകയാണ്. അപ്പോൾ LDFിൻ്റെ ഈ മൂന്നാം വട്ടം തുടർഭരണം എന്നുള്ളതിന് ഒരു മങ്ങലേൽക്കുകയാണ്. UDFിൻ്റെ ടോപ്പ് ഗിയറിലെ യാത്രയെ സംബന്ധിച്ച് ഇന്നലെ ശശി തരൂർ പറഞ്ഞപ്പോൾ തന്നെ അതിനകത്തിലെ തർക്കത്തെ സംബന്ധിച്ചിപ്പോൾ രമേശ് ചെന്നിത്തല ശശി തരൂർ പറയുന്നതിനെ ഞാൻ കേട്ടില്ല കണ്ടില്ല എന്ന തരത്തിൽ വന്നു. ഇന്ന് കെ മുരളീധരൻ പറഞ്ഞ ആർക്കും എവിടെ നിന്ന് എന്തും പറയാം എന്നൊക്കെ തരത്തിലേക്കൊക്കെ വന്ന് അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണെങ്കിൽ മുഖ്യമന്ത്രിയെ ഞങ്ങൾ ആ സമയമാകുമ്പോൾ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞ് തർക്കത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ടോപ്പ് ഗിയറിൻ്റെ അവസ്ഥയൊക്കെ ടോപ്പ് ഗിയർ കുറച്ചങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ചെറിയ തടസ്സം ഉണ്ടാകുമ്പോൾ ആ ടോപ്പ് ഗിയർ മാറ്റിയില്ലെങ്കിൽ വണ്ടി നിലച്ചു പോകുന്നൊരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം ഫുൾ ടാങ്ക് അടിച്ച ആവേശത്തിലാണ് ഇദ്ദേഹം പറഞ്ഞതിപ്പം. എന്താ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്? നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അവർ ഇപ്രാവശ്യം അവർക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കിട്ടിയതിനെക്കാട്ടിൽ ശതമാനത്തിലെ കുറവ് ആദ്യം ഒന്ന് കാണും. ഏത്? UDFന് അന്ന് അൻവർ LDFിൻ്റെ കൂടെ നിൽക്കുന്നു. മുസ്ലിം ലീഗ് ആണെങ്കിൽ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ അമിത ആവേശത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്ത് വന്നില്ല. SDPI സ്വതന്ത്രമായി മത്സരിച്ച് ഏതാണ്ട് 2021 3281 വോട്ട് അവർ പിടിച്ചതാണ്. ഇപ്രാവശ്യം SDPI സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു ഞങ്ങളുടെ കുറേ വോട്ടുകൾ UDFന്, കാരണം ഇടതുപക്ഷം ജയിക്കരുത് എന്നുള്ളതുകൊണ്ട് ഞങ്ങളവിടെ മാറിച്ചെന്നു. BJPയുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പത്രക്കാരെ കണ്ടപ്പോൾ പറഞ്ഞു ഈ ഇടതുപക്ഷം ജയിക്കരുത് എന്നുള്ള താല്പര്യത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വലിയ വോട്ടുണ്ട് BJPക്ക് അവിടെ. അപ്പോൾ അതുകൊണ്ട് ആ വോട്ട് ഞങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഞങ്ങളുടെ കുറേയേറെ വോട്ടർമാർ ഞാൻ തെരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷിച്ചപ്പോൾ കുറേയേറെ BJP RSS പ്രവർത്തകർ ഇടതുപക്ഷം വരരുത് എന്ന കാഴ്ചപ്പാടിൽ UDFന് വോട്ട് ചെയ്തു എന്ന് അദ്ദേഹവും പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പിന്തുണച്ചു. ചരിത്രത്തിലാദ്യമായി മുസ്ലിം ലീഗ് അവരുടെ സ്ഥാനാർത്ഥി നിൽക്കുന്നതിനേക്കാൾ ആത്മാർത്ഥയോടുള്ള വർക്കുമായിരുന്നു. ആ സാഹചര്യത്തിലും അവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ശതമാനത്തിലേക്ക് ചെറിയൊരു വ്യത്യാസമല്ല ഉണ്ടായുള്ളൂ. ആ നിലയിലേക്ക് എത്താൻ അവർക്ക് ഇത്രയും വലിയ ശക്തികളുടെ പിന്തുണ ഉണ്ടായിട്ടും അവർക്ക് അവിടേക്ക് എത്താൻ പറ്റിയില്ല. എന്നാൽ അതേസമയം ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതി എന്താ? ഇടതുപക്ഷത്ത് കഴിഞ്ഞ 9 വർഷം ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്നു അൻവർ. നിരവധി പ്രശ്നങ്ങളുമായി ജനങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പത്രമാധ്യമങ്ങളിലെ വാർത്തയൊന്നും ശ്രദ്ധിക്കാത്തൊരു വലിയ വിഭാഗം ജനങ്ങൾ ഇപ്പോഴും അൻവർ ഇടതുപക്ഷമാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നവരുണ്ടാവും. അൻവർ ഈ 19,000 വോട്ട് പിടിച്ചതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ നല്ലൊരു വിഭാഗം വോട്ട് അൻവർ കൊണ്ടുപോയിട്ടുണ്ട്, സംശയമില്ലാത്ത കാര്യം. കാരണം ഈ 9 വർഷക്കാലത്തെ അൻവർ ചെയ്തു കൊടുത്ത സഹായവും അൻവർ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെയും ഗുണഭോക്താക്കളായ കുറേ ആളുകൾ ഈ ആ ഒരു വ്യക്തിപരമായൊരു ബന്ധത്തിൽ അൻവറിൻ്റെ കൂടെ പോയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് CPMൻ്റെ സംസ്ഥാന നേതൃയോഗം അത് വിലയിരുത്തിയിട്ടുണ്ട്. കുറേയേറെ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഇത്രയെല്ലാം ഉണ്ടായിട്ടും എന്താണ് ആ തെരഞ്ഞെടുപ്പിന് ശേഷം അമിതാവേശത്തിൽ UDFന് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയാൻ കഴിയാതെ പോയത്? ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവണമെങ്കിൽ അടിച്ചു ദൂരെ കളയണ്ടേ ഇടതുപക്ഷത്തെ? അതിശക്തമായ ചെറുത്തുനിൽപ്പില്ല ഇടതുപക്ഷം. ഈ ശക്തികളുടെ മുഴുവൻ ഏകീകരണം അപ്പുറത്തുണ്ടായിട്ടും അതിനെതിരെ അതിശക്തമായൊരു പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. ഭരണവിരുദ്ധ വികാരം എന്നത് ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു. അൻവറിന് കിട്ടിയ 19,760 സ്വരാജിൻ്റെ 66,660 കൂട്ടിയാൽ UDFനേക്കാളിൽ 8,683 വോട്ട് കൂടുതലാണ്. അൻവറിന് കിട്ടിയത് മൊത്തം ഇടതുപക്ഷത്തിൻ്റെ ആവണമെന്നില്ല, കുറേ അപ്പുറത്തേക്ക് പോകാം, വ്യക്തിപരമായൊക്കെ പോകാം. അല്ലെങ്കിൽ UDFൻ്റെ ഭാഗത്ത് കിട്ടേണ്ടത് UDFൻ്റെ അങ്ങനെ ഇപ്രാവശ്യം പോകാനില്ല, കാരണം അവരുടെ മുഴുവൻ വോട്ടും ബാഗ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴും ഏതാണ്ട് 8,683 വോട്ട് UDFനേക്കാട്ടി കൂടുതൽ ഇത് രണ്ടുകൂടെ വരുമ്പോഴും ഭരണവിരുദ്ധ പരിഹാരമാണെങ്കിൽ അടിച്ചു തൂത്ത് പോകേണ്ടതല്ലേ? അതുണ്ടായില്ല എന്നുള്ളത്. പിന്നെ ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യേകത എന്താ?
1965 ഒന്ന് ഇടതുപക്ഷം ജയിച്ചത്. 65 ജയിക്കുമ്പോൾ മുസ്ലിം ലീഗും ഇടതുപക്ഷവും അതേ അന്ന് CPM ആവുന്നതേ ഉള്ളൂ. പക്ഷേ ആ പിളർപ്പ്, അതിൻ്റെ ഒരു രൂക്ഷതയിൽ പിളർപ്പ് കഴിഞ്ഞുള്ള സമയമാണ് CPM. അതേപോലെ തന്നെ കോൺഗ്രസ് ഈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നപ്പോൾ CPMൻ്റെ കുഞ്ഞാലി എന്ന് ജയിച്ചു. വീണ്ടും 67 ജയിക്കുന്നത്. 67 ജയിക്കുമ്പോൾ ആരാ? മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ സപ്തകക്ഷി മുന്നണിയാണ്. അപ്പോഴാണ് വീണ്ടും ജയിക്കുന്നത്. പിന്നെ ജയിക്കുന്നത് 1982 TK ഹംസ. എങ്ങനെയാണ് ജയിച്ചത്? ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തു നിന്ന് അപ്പുറത്തി അന്ന് അതിനു മുമ്പ് 80 ആന്റണി കോൺഗ്രസും എല്ലാം കൂടി ഇപ്പുറത്തായിരുന്നു. ആര്യാടൻ മുഹമ്മദിനെ അന്ന് ഇടതുപക്ഷം ജയിപ്പിച്ചതാണ്. ആദ്യം C ഹരിദാസ് ജയിച്ചു, പിന്നെ ആര്യാടനെ മന്ത്രിയാക്കിയപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ ആര്യാടനെ ജയിപ്പിച്ചു ഇടതുപക്ഷം പിന്തുണ കൊടുത്ത്. അപ്പോൾ ആര്യാടൻ അപ്പുറത്ത് മത്സരിക്കാൻ വന്നപ്പം ആര്യാടനെതിരെ അന്നത്തെ DCC പ്രസിഡൻ്റായിരുന്ന I ഗ്രൂപ്പിൻ്റെ സമുന്നതരായ നേതാവ് TK ഹംസയെ മത്സരിക്കാൻ വന്ന 82. ആ കോൺഗ്രസ്സിലെ I ഗ്രൂപ്പ് പൂർണ്ണമായി TK ഹംസയെ കൂടെ പിന്തുണച്ചപ്പോൾ ആ തവണ ജയിച്ചത്. രണ്ടാമത് തവണ TK ഹംസ അവിടെ അല്ല, ബേപ്പൂരാണ് പോയി ജയിച്ചത്. നിലമ്പൂർ നിന്നില്ല, അറിയാം. അപ്പോൾ ആ കാലങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷം അവിടെ. പിന്നെ ജയിച്ചത് എങ്ങനെയാണ്? അൻവർ വരുമ്പോഴാണ്. അൻവറിന് എപ്പോഴും അവിടെ ഒട്ടേറെ വോട്ടുണ്ട്. കാരണം ഏറനാട് അൻവർ മത്സരിച്ച സമയത്ത് CPIയുടെ ഇടതുപക്ഷ മുന്നണിയിലെ CPI സ്ഥാനാർത്ഥിയെ 3-ാം സ്ഥാനത്തേക്ക് അല്ലി അൻവർ 2-ാം സ്ഥാനത്ത് വന്ന ആളാണ് ഒറ്റയ്ക്ക്. അൻവറിൻ്റെ ഒരു സ്വാധീനം നമ്മളത് ചെറുതായിട്ട് അതിലെ കുറേ പഞ്ചായത്തുകൾ ഇപ്പം നിലമ്പൂരില്ല. അന്നത്തെ ഏറനാട്ടിലെ കുറേ പഞ്ചായത്തുകൾ ഇപ്പം നിലമ്പൂരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ കുറേ വ്യക്തിപരമായ വോട്ടുകൂടെ ചേർന്നാണ് ഇടതുപക്ഷം ജയിച്ചതല്ല. അല്ലാതെ ഇടതുപക്ഷത്തിന് അവിടെ ഇന്ന് വരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മണ്ഡലമാണ്. ആ മണ്ഡലത്തെ വെച്ച് കേരളത്തിലെ 2026 ഭരണത്തിൽ നിന്ന് സ്വപ്നം വണ്ടിയെ കയറിയ UDF നടക്കുന്നതെങ്കിൽ നിരാശയായിരിക്കും എന്നുള്ളതിന് എന്താ തർക്കം? ഒരു തർക്കവുമില്ല. എന്നാൽ സമീപകാലത്തൊരു സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. സർവേയിൽ എന്താ പറഞ്ഞത്? ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഇടതുപക്ഷത്തിന് ജയിപ്പിച്ചെടുക്കാവുന്ന 83 നിയോജക മണ്ഡലങ്ങൾ കേരളത്തിൽ ഇരിക്കുന്നു. ഏഷ്യാനെറ്റിലൂടെ ആ സർവേ ഇപ്പോഴും സുരക്ഷിതമായ 80. എന്നിട്ട് അവർ പറയുന്നത് എന്താ? UDF ഈ 83 ഇടതുപക്ഷത്തിന് കിട്ടുമ്പോൾ തന്നെ അപ്പുറത്ത് UDFന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന 46 മണ്ഡലമേ ഉള്ളൂ. പക്ഷെ നമ്മളിനി ഓർക്കണം, BJP ഒരു നിർണായക ഉണ്ട്. അതും ആ സർവേയിൽ പറഞ്ഞിട്ടുണ്ട്. BJP എങ്ങനെ പോയാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 10 സീറ്റ് വരെ ബാഗ് ചെയ്യുമെന്ന് അവരുടെ സർവേയിൽ അവർ പറയുന്നു. വരട്ടെ, കാര്യം നമുക്ക് അങ്ങനെ ഒരു 10 സീറ്റ് നേടും എന്ന് പറയുന്നതിൽ അതിശയോക്തി അല്ലല്ലോ. കാരണം BJPയിലെ ഇന്നത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കണ്ടാൽ അതിന് സാധ്യത കുറവാണ്. അത് അമിത്ഷായുടെ വരവോടുകൂടി തീരും എന്നാണ് അറിയുന്നത്. അമിത്ഷായുടെ വരവോടുകൂടി തീരാനാണെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ അമിത്ഷാ പോയപ്പോൾ ഇതെല്ലാം മാറേണ്ടതാ. കേരളത്തിൽ എത്ര പ്രാവശ്യം പിടിച്ച് താക്കീത് കൊടുത്തതാ? എത്ര പ്രാവശ്യം ചൂരിൽ നിന്ന് എടുത്തിട്ട് കൈ പിടിച്ചിട്ട് നിങ്ങളിനി മേലിൽ മര്യാദ ഇരിക്കണമെന്നൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞ? 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്കനുസരിച്ച് 11 ഇടങ്ങളിൽ അവർ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. കേരളത്തിൽ ഒരിക്കലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടേയില്ല. പഞ്ചായത്തും വ്യത്യസ്തമാണ്. ഒരിക്കലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം വരുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. അത് അന്നേരത്തെ പ്രത്യേക ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരളത്തിൻ്റെതായ സവിശേഷമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിലൂടെ പ്രതിഫലിക്കുന്നതായിരിക്കും കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്. അപ്പോൾ UDFൻ്റെ പ്രതീക്ഷ മങ്ങുന്നു എന്ന് വരുമ്പോൾ അതിനകത്തൊരു പക്ഷേ വലിയ നാശത്തിലേക്ക് തന്നെ പോകാനുള്ളൊരു സാധ്യത സംശയമില്ലാത്ത കാര്യം. നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, UDFൽ ഇപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഇപ്പം എന്താ പറയുന്നത്? കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം പല സീറ്റുകളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഇപ്പോൾ അവർ 4 സീറ്റ് മലബാറിൽ ഞങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് അവർ പറയാൻ തുടങ്ങിയത്. ഇപ്പോൾ അതിൽ തന്നെ കോൺഗ്രസ് കാലാകാലങ്ങളിൽ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ചില സീറ്റ് ഞങ്ങൾക്ക് തിരുവാമ്പാടി പോലുള്ള ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല, നിങ്ങളുടെ തരാം എന്ന് പറഞ്ഞ് അതിപ്പോൾ കോൺഗ്രസ് അതിനെ തള്ളിക്കളയുകയും കോൺഗ്രസ് അതിനെ അപഹസിക്കുകയും ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ആശങ്ക തന്നെയാണ് ഇത്തരം മുസ്ലിം ലീഗിനകത്ത് ഇത്തരം ചിന്തകളുടെ അടിസ്ഥാനം. ഒരു തരത്തിലും പറ്റില്ല എന്ന് അവർക്കറിയാം. ഞാൻ നേരത്തെ ഒരു ചർച്ചയെ സൂചിപ്പിച്ചു, ഈ തെരഞ്ഞെടുപ്പിലൂടെ UDFന് പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഉണ്ടാവുന്നില്ല. ലീഗിൻ്റെ മലപ്പുറം മേഖലയിൽ അവർ കുറേ ശേഷിയുണ്ട്. എന്നാൽ തെക്കൻ കേരളത്തിൽ എന്ത് ചെയ്യും? ലീഗിന് വല്ല സ്വാധീനമുണ്ടോ? അല്ല, അവരുടെ ഏരിയയിൽ അവർക്ക് കൊടുക്കുന്ന മണ്ഡലങ്ങളെല്ലാം അവർക്ക് സേഫ് ആക്കാറുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മലപ്പുറം ജില്ലയെ പണ്ട് ലീഗ് ഞങ്ങളുടെ പൊന്നാപുരം കോട്ടയെന്ന് വിശേഷിപ്പിച്ചിടത്താണ് 6 മണ്ഡലം വരെ അവിടെ ഇടതുപക്ഷത്തിന് വലിയ പ്രകടനം നടത്താനും വലിയ മുന്നേറ്റം നടത്താനും കഴിഞ്ഞ ചെറിയ കാര്യമല്ല. കഴിഞ്ഞ പ്രാവശ്യം പെരിന്തൽമണ്ണ നഷ്ടപ്പെടുത്തത് 16-36 വോട്ടിനൊറ്റാണ്. ചെറിയ കാര്യമാണോ? അതേപോലെ തന്നെ തവനൂർ
പൊന്നാനി, താനൂര്, ഇതെല്ലാം നിലമ്പൂർ കഴിഞ്ഞ പ്രാവശ്യം അൻവറിനെ മുൻനിർത്തി പിടിച്ചതാണ്. അതേപോലെ ഇപ്രാവശ്യം ചില മണ്ഡലങ്ങൾ ഏതാണ്ട് വിജയത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് ഹർഷകുമാർ. തീർച്ചയായിട്ടും കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ നിലമ്പൂർ UDF മേൽക്കൈയുള്ള നിലമ്പൂരിൽ ഒരു 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർക്ക് ഉണ്ടാകേണ്ടതാണ്. ഉണ്ടായില്ല. വെറും 11,000 നിൽക്കേണ്ടി വന്നവർക്ക്. ഈ ശക്തികളുടെ എല്ലാ പിന്തുണ സമാഹരിച്ചിട്ടും മുസ്ലിം ലീഗ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മരണപ്പണി വെടിഞ്ഞിട്ട് അവർക്ക് ആ ഭൂരിപക്ഷത്തിൽ മേളിലോട്ട് കയറാൻ പറ്റിയില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഏറ്റവും വലിയ തട്ടകത്തിൽ അവർ തകർപ്പും വിജയം നടത്തേണ്ടതില്ലേ? ഉണ്ടായിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.